ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീനാകൃഷ്ണനാണ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്ററായ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2 പാർട്ട് നമ്മളിട്ടാണ്. 3ാമത്തെ ഞാൻ എഴുതി നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന കുഞ്ഞുങ്ങളെ കേട്ടോ. ഇന്ന് ഞാൻ നോക്കിയപ്പോഴാണ് 3ാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ട് ഇട്ടിട്ടില്ല എന്ന് അറിഞ്ഞത്. അപ്പം സോറി കേട്ടോ, അത് താമസിച്ച് പോയതിൽ. ഞാൻ ഇട്ടെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ എല്ലാം ഉണ്ടല്ലോ, എല്ലാ ചാപ്റ്ററിൻ്റെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാൻ തപ്പിപ്പിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ബേസിക് സയൻസിൻ്റെ 1 മാർക്കിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇപ്പോൾ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. പോർഷനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ പാഠത്തിൽ നിന്നും എത്ര മാർക്ക് വീതം എന്നൊക്കെ ഉള്ളത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ നമുക്ക് മൊത്തം എത്ര ചാപ്റ്റർ ഉണ്ടോ, ഇപ്പോൾ 12ാമത്തെ ചാപ്റ്ററാണ് സ്ഫെറിക്കൽ മിറർ. ഇതിനകത്ത് നിന്നൊക്കെ തോനെയും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തന്നെന്ന് വിചാരിച്ചായിരുന്നു കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ 1-2 പാർട്ട് ഇട്ടതാണ്. ഞാനൊന്ന് വായിച്ചങ്ങ് സ്പീഡിൽ പോകും കുഞ്ഞുങ്ങളെ. നോട്ട് സ്പീഡിൽ ഞാൻ പറയാം. എഴുതിയെടുത്തവർ ബാക്കി ഇനി എഴുതിയെടുക്കാൻ എവിടെ മുതലുണ്ടോ അതങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. സ്ഫെറിക്കൽ മിറർ എന്നാൽ എന്താ, ഗോളീയ ദർപ്പണങ്ങൾ എന്നാൽ എന്ത്, മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് ദ സ്ഫിയർ ആർ കാൾഡ് സ്ഫെറിക്കൽ മിറർ. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യം കേട്ടോ. പിന്നെ നമ്മുടെ ടെസ്റ്റിൽ ഒരു കണ്ണാടിയുടെ ഇത് കൊടുത്തിട്ട് ആ ഡോക്ടറിന്റെ കയ്യിൽ അല്ലേ കണ്ണാടിയുടെ പ്രത്യേകത എന്താണ്, അത് ഏത് കണ്ണാടിയാണെന്നൊക്കെ ഒരു ഫസ്റ്റ് ചോദ്യമുണ്ട്. അത് കോൺകേവ് മിറർ ആണ്. ബിഗർ ഇമേജ് ക്യാൻ ബി സീൻ ഇൻ ദീസ് മിറർ. ദ മിറർ വി യൂഷ്വലി യൂസ് ടു സീ അവർ ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ. എന്ന് വെച്ചാൽ നാം നോക്കാറുള്ള മുഖക്കണ്ണാടി ഒരു സമതല ദർപ്പണമാണ്. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അതൊരു സമതല ദർപ്പണമാണ്. ഇതിൽ നമ്മുടെ പ്രതിബിംബം വലുതായിട്ട് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ കയ്യിലിരുന്ന കണ്ണാടിയിൽ പ്രതിബിംബം വലുതായിട്ട് കാണാൻ കഴിയുമെന്നാണ്. കണ്ണാടി നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ, അറിയാമല്ലോ അല്ലേ. സ്റ്റിക്ക് എ പീസ് ഓഫ് സിൽവർ പേപ്പർ അല്ലെങ്കിൽ മിറർ സ്റ്റിക്കർ ഓൺ എ പീസ് ഓഫ് കാർഡ്ബോർഡ്, ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് എ മിറർ. ഒരു കാർഡ്ബോർഡിൽ സിൽവർ പേപ്പർ ശ്രദ്ധയോടെ ഒട്ടിച്ചു നോക്കൂ, ഒരു സമതല ദർപ്പണം നമുക്ക് കിട്ടുമെന്നാണ്. ബെൻഡ് ദിസ് ഇൻവേർഡ് ആൻഡ് ലുക്ക് ഇൻ ടു ഇറ്റ് അല്ലേ. എന്ന് വെച്ചാൽ എ ബിഗർ ഇമേജ് ക്യാൻ ബി സീൻ. നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം അകത്തേക്കൊന്ന് വളച്ചു നോക്കൂ. ടെസ്റ്റിലുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ 1ാമത്തെ പാർട്ടിൽ വിശദമായിട്ട് പറഞ്ഞതാ. നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് സ്പീഡിൽ പോകുന്നതേ ഉള്ളൂ. അതായത് കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം അകത്തേക്കൊന്ന് വളച്ചു നോക്കൂ. അന്നേരം എന്താ, വലിയ പ്രതിബിംബം നമുക്കവിടെ കാണാൻ സാധിക്കും. എന്താ, വാട്ട് ഇഫ് യു ബെൻഡ് ഇറ്റ് ഔട്ട്വേഡ്. കാർഡ്ബോർഡിൻ്റെ പ്രതിപതന തലം പുറത്തേക്കൊന്ന് വളച്ചാലോ, എ സ്മാൾ ഇമേജ് ക്യാൻ ബി സീൻ അല്ലേ. അകത്തേട്ട് വളച്ചാൽ നമുക്ക് ചെറിയ പ്രതിബിംബം കാണാൻ കഴിയുമെന്ന് കേട്ടോ. പിന്നെ അവിടെ ടെസ്റ്റിലെ വർക്ക്ഷീറ്റ് ആവും നിങ്ങൾ ഇത് കൊടുത്തത്. ഷേപ്പ് ഓഫ് ദ ഷീറ്റും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജും കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. നോക്കൂ നിങ്ങളിവിടെ, അത് ഫ്ലാറ്റ് ആണ് കേട്ടോ. ഷേപ്പ് ഓഫ് ദ ഷീറ്റ് നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ടെസ്റ്റിലെ ആണ്. നിങ്ങൾ ഇതുപോലെ അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഫ്ലാറ്റ് എന്ന് വെച്ചാൽ നിവർന്നതാണ്, ബെൻഡ് ഔട്ട്വേഡ് പുറത്തേക്ക് വളഞ്ഞതാണ്, ബെൻഡ് ഇൻവേർഡ്സ് അകത്തേക്ക് വളഞ്ഞത് കേട്ടോ. ഇവിടെ ഇങ്ങനെ. ഇനി ഫ്ലാറ്റ് റിയൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, യഥാർത്ഥ വലുപ്പമാണ് കേട്ടോ. ഫ്ലാറ്റ് നിവർന്നെന്ന് വെച്ചാൽ റിയൽ സൈസ് ഓഫ് ദി യഥാർത്ഥ വലുപ്പമാണ്. എന്നാൽ ബെൻഡ് ഔട്ട്വേഡ് സ്മാളർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. ബെൻഡ് ഇൻവേർഡ് അകത്തേക്കാണെങ്കിലോ ബിഗർ ദാൻ ഒബ്ജക്റ്റ്, വസ്തുവിനേക്കാൾ വലുതാണ്. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം അത് കേട്ടോ. ഓക്കെ, അടുത്ത അതത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ സ്പീഡിൽ പോകും. നമ്മൾ ഇത് ഇട്ടതാവും നിങ്ങൾ കേട്ടോ. നമ്മൾ 1-2 പാർട്ട് എടുത്താൽ മതി. ഞാൻ സ്പീഡിൽ എവിടെ പോകാമെന്നൊരു ചോദ്യം വരുമായിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ നമ്മുടെ ലിങ്ക് ഉണ്ട്, കിട്ടാത്തവർക്ക് നോട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ആക്ടിവിറ്റിയാണ്. ടേക്ക് എ ക്ലീൻ സ്റ്റീൽ സ്പൂൺ ആൻഡ് ഒബ്സർവ് യുവർ ഫേസ് ഓൺ ഇറ്റ്സ് ബോത്ത് സൈഡ്. ഒരു പുതിയ സ്റ്റീൽ സ്പൂണിൻ്റെ ഇരുവശങ്ങളും നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിയേ. ഹൗ ഡസ് ദ ഇമേജ് അപ്പിയർ ഓൺ ദ ഔട്ടർ സൈഡ് ഓഫ് ദ സ്പൂൺ. സ്പൂണിൻ്റെ പുറവശത്ത് പ്രതിബിംബം എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്പൂണിൻ്റെ പുറം വശത്ത് ദ ഇമേജ് അപ്പിയേഴ്സ് സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ് അല്ലേ. പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിട്ട് കാണപ്പെടുന്നു. വാട്ട് അബൌട്ട് ദ ഇന്നർ സൈഡ്. സ്പൂണിൻ്റെ ഉൾവശമോ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിട്ട് കാണപ്പെടുന്നു. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ സ്പൂണിൻ്റെ ചോദ്യം ഞാൻ കേട്ടോ ക്വസ്റ്റ്യൻ കാണുമെന്നാണ് എൻ്റെ കേട്ടോ. അത് കാണും കേട്ടോ, അത് പഠിച്ചു വെച്ചേക്കല്ലോ നിങ്ങളെ. അടുത്ത ആക്ടിവിറ്റിയാണ്. ടേക്ക് ആൻ empty ഐസ്ക്രീം ബാൾ ആൻഡ് കട്ട് a portion of it, stick mirror paper on the inner surface and make it a reflected surface. Hold it facing the sun and reflect the light rays on to a wall. അതായത് ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ മുറിച്ച് വെച്ചേക്കുന്നുണ്ടോ. ഒരു ഒഴിഞ്ഞ ഐസ്ക്രീം ബോളിൻ്റെ ഭാഗം മുറിച്ചെടുക്കുക. അതിൻ്റെ ഉൾവശത്ത് ഒരു മിറർ പേപ്പർ ഒട്ടിച്ച് ഒരു അഭിമുഖം മിററിൻ്റെ ഒരു പേപ്പർ ഉണ്ടല്ലോ നിങ്ങളെ, മിറർ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു പ്രതിപതന തലം ഉണ്ടാക്കി ഒന്ന് നോക്കൂ. സൂര്യന് അഭിമുഖമായിട്ട് എന്നിട്ട് പിടിച്ചിട്ട് പ്രതിപതന കിരണങ്ങളെ ഒന്ന് ചുവരിലേക്ക് ഒന്ന് പതിപ്പിച്ച് നോക്കാൻ. എന്ത് നിരീക്ഷണമാണ് അവിടെ കാണുന്നതെന്ന്. എന്താ, പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ദ റിഫ്ലക്റ്റർ റേസ് കൺവേർജ് അറ്റ് എ പോയിന്റ് കേട്ടോ. അതൊക്കെ ഒരു വരിയ അതിൻ്റെ ആൻസർ കേട്ടോ. അതിൻ്റെ ഒന്നൊക്കെ പഠിച്ചു വെച്ചേക്കണേ. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ സ്റ്റിക്കിംഗ് മിറർ
പേപ്പർ ഓൺ ദ ഔട്ടർ സർഫസ് വാട്ട് ഡിഫറൻസ് ഈസ് നോട്ട് എന്ന് വെച്ചാൽ മുറിച്ചെടുത്ത ആ ഭാഗത്തിൻ്റെ പുറംവശത്തായി മിറർ പേപ്പർ ഒട്ടിച്ച് ഈ പരീക്ഷണം ആവർത്തിച്ച് എന്തായിരിക്കും ദേ റിഫ്ലക്ട് റേ ഡു നോട്ട് കൺവേർജ് അറ്റ് എ പോയിന്റ് ഇൻ ബോത്ത് ദീസ് എക്സ്പെരിമെന്റ് മിറർ വെയർ മെയ്ഡ് ഫ്രം ഒബ്ജക്റ്റ് വിത്ത് എ സ്ഫെറിക്കൽ ഷേപ്പ് എന്ന് വെച്ചാൽ പ്രതിപതന കിരണങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നില്ല. രണ്ട് പരീക്ഷണങ്ങളിലും ഗോളാകൃതിയിലുള്ള വസ്തുവിൽ നിന്നാണ് ദർപ്പണങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. ഞാൻ സ്പീഡിൽ വായിച്ചു പോകുന്നു എന്ന് കരുതി നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ ഇറിറ്റേഷൻ തോന്നുന്നത്, എന്തുവാ വളവളവളാന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലിങ്ക് ഇട്ടതാവും നിങ്ങളെ, സമാധാനത്തെ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇട്ടതാണ്. കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വളവളവള പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതിനകത്ത് നോട്ട് മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, നിങ്ങളത് എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത സ്പെരിക്കൽ മിറർ. ഗോളീയ ദർപ്പണങ്ങൾ എന്നാൽ എന്തെന്ന് നമ്മൾ പറഞ്ഞ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ ആർ കാൾഡ് സ്ഫെറിക്കൽ മിറർ. പ്രതിപതന ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ കോൺകേവ് മിറർ അല്ലേ, കോൺകേവ് ദർപ്പണങ്ങൾ എന്നാൽ എന്താണ്? സ്പിയേഴ്സ് മിറർ വിച്ച് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആർ കാൾഡ് കോൺകേവ് മിറർ. ഒരു മാർക്ക് ചോദിക്കാം, കോൺകേവ് മിറർ എന്നാൽ എന്താണ് അല്ലേ. കോൺകേവ് മിറർ മീൻസ് ദർപ്പണങ്ങൾ അല്ലേ. കണ്ണാടി എന്ന് നമ്മൾ പറയുന്നെങ്കിലും ദർപ്പണങ്ങൾ എന്നാണ് കേട്ടോ. സ്പെറിക്കൽ മിറർ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫേസ് curved inwards are called concave mirrors. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളെയാണ് കോൺകേവ് ഗുഹ എന്ന് വെച്ചാൽ അകത്തോട്ടല്ലേ, കേവ് ഗുഹ അകത്തോട്ട്. അപ്പോൾ കോൺകേവ് ദർപ്പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ടിരിക്കുന്നത് കേട്ടോ. ഇൻവേർഡ്സ് ഒന്ന് ക്ലൂ പഠിച്ച് വെച്ചേക്കണേ 8. അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് എന്തുമായിരിക്കും? പുറത്തോട്ടായിരിക്കും അല്ലേ. മറ്റേത് അകത്തോട്ടാണെങ്കിൽ ഇത് പുറത്തോട്ടാ അല്ലേ, ഔട്ട് വേഡ് അല്ലേ. സ്ഫെറിക്കൽ മിറർ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫേസ് കർവ്ഡ് ഔട്ട് വേഡ് ആർ കാൾഡ് കോൺവെക്സ് മിറർ കേട്ടോ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നു. പേജ് നമ്പർ 205 എന്ന് പറയുന്നത് ഈ ഒരു പടത്തെക്കുറിച്ചാണ് ഞങ്ങളെ. സി മീൻസ് എന്താണ്, പി എന്താണ്, എ എന്താണ്, ബി എന്താണ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ പറയുന്നത് കേട്ടോ. ദ സെന്റർ ഓഫ് ദി സ്ഫിയർ ഈസ് കാൾഡ് സെന്റർ ഓഫ് ദ കർവേച്ചർ. നിങ്ങളുടെ കയ്യിലെ ടെസ്റ്റ് ഉണ്ട്. സി എന്ന് വെച്ചാൽ സെന്റർ ഓഫ് ദ കർവേച്ചർ കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ മലയാളം എന്താ, വക്രതാ കേന്ദ്രം എന്നാണ് കുഞ്ഞുങ്ങളെ എൻ്റെ മലയാളം. സി ആ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ആ വൃത്തത്തിൻ്റെ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രം. ഒരു ഗോളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ ഭാഗമാണ് ഗോളീയ ദർപ്പണം. ഈ ഗോളത്തിൻ്റെ കേന്ദ്രത്തിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ കർവേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്ഷരം എന്ന് വെച്ചാൽ സി എന്നാണ്. സി എന്ന അക്ഷരം കൊണ്ടാണ് ഈ സെൻറ്റർ ഓഫ് ദ കർവേച്ചറിനെ സൂചിപ്പിക്കുന്നത്. നമ്മളിനി ഓരോന്നും പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ഈ സിയെ കുറിച്ചാവും ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഒരു സ്ഫിയർ എന്ന് വെച്ചാൽ ഒരു വട്ടം കണ്ടോ, ഗോളം, വൃത്തം. ആ വൃത്തത്തിൻ്റെ നടുക്കിൽ തന്നെ ഇതിന് പറയുന്നത് എന്താണ്? സി, സെൻറ്റർ ഓഫ് ദ കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരം. ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ ഈ പോകുന്നതിനെ നോക്കിയേ, ഈ പോകുന്നത് നമ്മൾ ആരം എന്നല്ലേ പറഞ്ഞത്. സെൻറ്ററിൽ നിന്നും അല്ലേ സർക്കംഫറൻസ്, അതിൻ്റെ ചുറ്റുമുള്ള എങ്ങോട്ട് പോയാലും അതിനെ എന്ത് പറയുന്നു? ആരം എന്നാ പറയുന്നത് അല്ലേ. റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് കാൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ഗോളത്തിൻ്റെ ആരത്തിനെ നമ്മൾ വക്രത ആരം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? സി പി എന്ന് പറയുന്നപ്പോൾ എന്താ ഇവിടുത്തെ വക്രത ആരമാണ്. ഈ സി എ എന്ന് പറയുന്നതും അത് തന്നെയല്ലേ, സി ബി എന്ന് പറയുന്നതും അത് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ. കാരണം എന്താ, സെൻറ്ററിൽ നിന്നും പോകുന്ന എല്ലാത്തിനെയും നമ്മൾ ആരം എന്നാണ് പറയുന്നത് അല്ലേ. ആണല്ലോ. ഇൻ ദ ഡയഗ്രാം സി പി, സി ബി, സി എ റെപ്രസെൻറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ. സി പിയും സി ബിയും സി എയും ഇതെല്ലാം എന്താ, വക്രത ആരമാണ്. ഈ ആരം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, സെൻറ്റർ ഇല്ലേ, ഇതൊരു വൃത്തമാണ്. വൃത്തത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരച്ചാലും എന്താ, അത് റേഡിയസ് ആണ്, ആരമാണ്. നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുള്ള അല്ലേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങളെ. ഇനി അടുത്തത് ദ ഡയാമീറ്റർ ഓഫ് ദ നോക്കണേ. ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കുലർ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ ഈസ് കാൾഡ് ദ അപ്പേർച്ചർ. ദ മിഡ് പോയിന്റ് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കാൾഡ് ദ പോൾ. പി എന്ന് പറയുന്നത് പോൾ എന്നതിനെ ചുരു. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിന്റെ വ്യാസത്തെയാണ് അപ്പേർച്ചർ എന്നാണ് പറയുന്നത്. പ്രതിപതനത്തിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്നും പറയുന്നു. നല്ലതുപോലെ അതൊക്കെ പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. പോൾ എന്നാൽ എന്ത്? വടിക്കലെ പോൾ അല്ലേ. പ്രതിപതനത്തിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്ന് പറയുന്നു. എന്താണ് ഈ പോൾ എന്നൊക്കെ അറിയാമേ കേട്ടോ. പി അണ്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോകത്തില്ലേ, ഇങ്ങനെ പോവും. അപ്പോൾ അതാണ്ട് ഇതിനെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. അപ്പേർച്ചർ കേട്ടോ. ഒരു ദർപ്പണം ഇവിടെയൊക്കെ അതിൻ്റെ മലയാളം കൊടുത്തിട്ടൊക്കെ
അപ്പോൾ ഇത് മലയാളം തന്നിട്ടുണ്ടാവും നിങ്ങൾ എല്ലാത്തിൻ്റെയും പഠിച്ചു വെച്ചേക്കണേ. അപ്പേർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിൻ്റെ വ്യാസത്തെയാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത്. പ്രതിപതനത്തിൻ്റെ മധ്യബിന്ദുവിനെ നമ്മൾ എന്ത് പറയുന്നു? പോൾ എന്ന് പറയുന്നു. ഇനി എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്? മുഖ്യ അക്ഷം എന്നാൽ എന്ത്? ദ ഇമാജിനറി ലൈൻ കണക്ടിങ് ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ പോൾസ് ഓഫ് ദ മിറർ ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ആക്സിസ്. കേട്ടോ, പ്രിൻസിപ്പൽ ആക്സിസ് വക്രതാ കേന്ദ്രത്തിനെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന വക്രതാ കേന്ദ്രത്തിനെയും കണ്ടോ പോളിനെയും പടം കണ്ടോ അണ്ടേ, ഇത് നമ്മുടെ പടം. ഇതാണ് സെന്റർ, വക്രതാ കേന്ദ്രം അല്ലേ. വക്രതാ കേന്ദ്രത്തിനെയും ഈ പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ കടന്നു പോകുന്ന ഈ സാങ്കല്പിക രേഖയാണ് എന്താ പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങോട്ട് പോയതുണ്ട്. ഇത് ഈ ഒരു വരയ്ക്ക് പറയുന്ന പേരാണ് മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആക്സിസ് എന്ന് പറയുന്നത്. കേട്ടോ, ഇതൊക്കെ നമ്മൾ രണ്ടാമത്തേതിലാണ് തോന്നി ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ, 12 എണ്ണം. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. പതന കോൺ ഡിഗ്രിയും പ്രതിപതന കോൺ ഡിഗ്രിയുടെ അളവ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഡിഗ്രി 40 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 തന്നെ ആയിരിക്കും. 30 ആണെങ്കിൽ 30, 60 ആണെങ്കിൽ 60. കേട്ടോ, എത്രയിലാണോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അത്രയും തന്നെ ആയിരിക്കും അത് അങ്ങോട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞതാണ്. ഗോളീയ ദർപ്പണങ്ങളിൽ പതന കോണും പ്രതിപതന കോണും എപ്പോഴും എത്ര ആയിരിക്കും? 1 വേർഡിന് ചോദിക്കുന്നത് കേട്ടോ. ദ സ്പെറിക്കൽ മിറേഴ്സ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് ഒരു മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ഈ അപ്പുറത്തെ ചില പേജിൻ്റെ അപ്പുറത്തെ വശം എഴുതിയിട്ടുണ്ട് നിങ്ങൾ, അതായി ചിലത് വരച്ച് കാണിച്ചതാണ്, പക്ഷെ അതിപ്പുറത്തെ വശം തെളിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഗ്ലാമർ ഒന്നും നോക്കണ്ടാവും നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എഴുതിയെടുത്ത് പഠിക്കുക. ഇപ്പം ഈ പേപ്പറിൽ എത്ര ഗ്ലാമർ ഉണ്ട് എന്നുള്ളതല്ല നിങ്ങൾ എഴുതിയെടുക്കുന്നതിലല്ലേ അല്ലേ? ഇല്ലേ ഓക്കെ. സ്പെറിക്കൽ മിറേഴ്സ് ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആ ഒരു വാക്ക് ഓർത്ത് വെച്ചേക്കണേ. ഗോളീയ ദർപ്പണങ്ങളിൽ പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആണ് കേട്ടോ. അങ്ങനെയുള്ള വാക്കുകളെല്ലാം ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. പ്രിൻസിപ്പിൾസ് ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ എന്താ നോക്കിയേ. In a concave mirror, the light rays that fall parallel to the principal axis pass through a particular point on the principal axis after reflections. This point is called the principal's focus on the concave mirror. അല്ല, മനസ്സിലായോ? ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രതിപതന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. മനസ്സിലായോ? നമ്മുടെ ടെസ്റ്റിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് കണ്ടോ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നു കണ്ടോ, ഇതെല്ലാം വന്നുണ്ടോ ഇവിടെ വരുന്നത് കണ്ടോ. എന്താ നിങ്ങളെ ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൽ എന്താ മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന പാരലലാണ് കേട്ടോ. സമാന്തരമായിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപതനത്തിന് ശേഷം എന്താ മുഖ്യ അക്ഷത്തിലുള്ള ഒരു പ്രത്യേക ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദുവിനെ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. മുഖ്യ ഫോക്കസ് കർവേച്ചർ ഇത് സെന്ററാണ്. ഇതിപ്പോൾ സെന്റർ ആണെങ്കിൽ കർവേച്ചറിനും പോൾസിനും ഇടയിൽ ഉണ്ടോ, ഇവിടാണ് എന്താ ഫോക്കസ് വരുന്നത് കേട്ടോ. കർവേച്ചർ പോൾസിനും ഇടയിലാണ് ഫോക്കസ് വരുന്നത്. ആൻഡ് ഇതൊക്കെ ഇപ്പം ഇവിടുന്ന് പോകുന്ന ലൈനായാലും ഇവിടെ വന്നിട്ടാണ് വെളിയിൽ പോകുന്നത്. ഇവിടുന്നാണെങ്കിലും ഇവിടെ എല്ലാം വന്ന് നോക്കിയില്ല, ഇവിടെ വന്നിട്ടാണ് പോകുന്നത് കണ്ടോ. അത് പഠിച്ചു വെച്ചേക്കണേ. എന്താ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് പഠിച്ചു വെച്ചിരിക്കണേ. 14 എണ്ണം. പണ്ട് ഇവിടെ ഞാൻ അതിൻ്റെയൊക്കെ വരച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു. അത് എത്ര ഇവിടെ ഇപ്പം 30 ആണെങ്കിൽ ഇവിടെ 30 ആയിരിക്കും കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങൾ. ഇവിടെ ഇപ്പോൾ 60 ആണെങ്കിൽ ഇവിടെ 60 ആയിരിക്കും. അതൊക്കെ നമ്മൾ വരച്ച് അത് കാണിച്ചതാണ് കേട്ടോ കഴിഞ്ഞ പാർട്ടിൽ. അതിൻ്റെ നമ്മളിപ്പോൾ ഒരു മാർക്കിനൊക്കെ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങൾ ഇത് സെൻറ്റർ ഓഫ് ദ സ്ഫിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. അതായത് ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് അതിൻ്റെ വക്രതാ കേന്ദ്രം. ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യം കേട്ടോ. ഒരു ദർപ്പണം ഏത് ഗോളത്തിന്റെ ഭാഗമാണോ ആ ഗോളത്തിന്റെ കേന്ദ്രമാണ് അതിന്റെ എന്താ സെന്റർ ഓഫ് കർവേച്ചർ, വക്രതാ കേന്ദ്രം. അതുപോലെ അപ്പേർച്ചർ നമ്മൾ പഠിച്ചതാ. അപ്പേർച്ചർ അല്ലേ, അപ്പേർച്ചർ എന്ന് വെച്ചാൽ എന്താ? അപ്പേർച്ചർ ഓഫ് ദ മിറർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ മിറർ. നമ്മൾ ഒരു ദർപ്പണത്തിന്റെ പ്രതിപതന തലമാണ് അപ്പേർച്ചർ. നമ്മളാണ്ട് ആ പടത്തിനകത്തില്ലാണ്ട് ഇങ്ങനെ
കുഞ്ഞു 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 മുടി പോലെ ഇരിക്കുന്നില്ലേ, അതാണ് അപ്പേർച്ചർ. പോൾസ് എന്താണ്? പോൾസ് നമ്മൾ പോൾസ് ഓഫ് ദ മിറർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി, നമ്മൾ ആ പടം വരയ്ക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ പടത്തിലുള്ളതാട്ടോ. ഈ കണ്ടോ, ഈ മുടി പോലെ ഇരിക്കുന്നതാണ് അപ്പേർച്ചർ. കണ്ടോ, വെളിയിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പോൾ എന്ന് വെച്ചാൽ പി, കണ്ടോ, പി. ഇതിനെയൊക്കെയാ പോൾ ഓഫ് ദ മിറർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ പി. കേട്ടോ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ, അതായത് ദർപ്പണത്തിന്റെ പ്രതിഫലതലത്തിന്റെ മധ്യബിന്ദുവാണ് പോൾ. ഇനി ഫോക്കൽ ലെങ്ത് എന്താണെന്ത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, 1 മാർക്കിന്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ ടു ഇറ്റ്സ് പ്രിൻസിപ്പൽ ഫോക്കസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതാണ് എന്താ? ഫോക്കസ് ദൂരം. കേട്ടോ, ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്. കേട്ടോ, ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്നും, പോൾ മീൻസ് ഇവിടെ വരെ വന്നില്ലേ കുഞ്ഞുങ്ങളെ, ഈ പോൾസിൽ നിന്നും അതിൻ്റെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക കേട്ടോ. മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് അവിടുത്തെ ഫോക്കസ് ദൂരമല്ലേ, നമ്മുടെ ഫോക്കസ് ദൂരം. അതിൻ്റെ ഇവിടെ വന്ന് പോളിൽ വന്ന് തട്ടിയിട്ട് തിരിച്ച് കണ്ട ഫോക്കസ് എഫ്, ഇതാണ് എഫ്. ഇങ്ങനെ പോകുന്നതല്ല കേട്ടോ, അത് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ് ആണ്. അതിൻ്റെ ഒരു എഫ് ആയി വെച്ചാൽ ഫോക്കൽ ഇത്. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നൊക്കെ അതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ. സെന്റർ ഓഫ് ദ കർവേച്ചറിൽ നിന്നും പോലേക്കുള്ള പോൾസ് അല്ലെ, സിയിൽ നിന്നും പിയിലേക്കുള്ള. ഓക്കെ, അതൊക്കെ പറഞ്ഞ ഫോക്കസിന്റെയും ബോളിന്റെയും ഇടയിലുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. എഫ് കാണുന്ന ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ. എഫ് ഫോക്കൽ ലെങ്തിന്റെ ചോദ്യം വരും കേട്ടോ. ഫോക്കൽ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ചോദ്യം കാര്യം ഇപ്പം നിങ്ങളോട് ചോദിക്കും 6 എന്ന് പറയുന്നത് ഒരു 50 എന്ന് തരുക, അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ എന്താ 50/2 F = 25 കേട്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. എഫ് കാണുന്ന ഇക്വേഷൻ R/2. ഓക്കെ, അതത്രയേ ഉള്ളൂ. റിഫ്ലക്ഷൻ ലൈറ്റ്, അത് ഞാൻ ആ പടം വരച്ച സ്പെറിക്കൽ മിററും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സ്പെറിക്കൽ മിററിനെ 2 തിരിച്ചിട്ടുണ്ട്. കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും 2. നമ്മൾ മിററിൻ്റെ ഓരോ പാർട്ടും പഠിച്ചതാണ് അല്ലേ. മിററിൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട്? പോൾസ് ഉണ്ട്. ഇത് പോൾസ് ആണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ സി ആണ്, മലയാളവും കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കർവേച്ചറിൻ്റെയും പോൾസിൻ്റെയും ഇടയ്ക്കാണ് ഫോക്കസ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്ന ഈ വരയ്ക്ക് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ആക്സിസ്. ഫോക്കൽ ലെങ്ത് അല്ലേ, ഫോക്കസും ഫോക്കൽ ലെങ്തും തിരിഞ്ഞു പോകരുത് കേട്ടോ. ഫോക്കൽ ലെങ്ത് ഇത് അപ്പേർച്ചറാണ്, അപ്പേർച്ചർ കേട്ടോ. ഓക്കെ ആണോ? ആ പടം നല്ലപോലെ അങ്ങ് പഠിച്ചു വെച്ചേക്കണേ. നമ്മൾ 2ാമത്തേതിലെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ നിങ്ങളെ, അതിന് ശേഷം ടെസ്റ്റിനകത്തിൽ ഡിഗ്രി നമ്മൾ പറഞ്ഞു, ഫോക്കൽ ലെങ്ത് പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ച് ഇവിടെ കുറേ പ്രതിബിംബങ്ങൾ 2 തരത്തിലുണ്ട്. പ്രതിബിംബങ്ങൾ 2 തരത്തിലുണ്ട്. യഥാർത്ഥ പ്രതിബിംബങ്ങളും മിഥ്യാ പ്രതിബിംബങ്ങളും ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. പ്രതിബിംബങ്ങൾ പ്രധാനമായിട്ടും 2 വിധമുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? യഥാർത്ഥ പ്രതിബിംബമുണ്ട് കേട്ടോ, യഥാർത്ഥ പ്രതിബിംബമുണ്ട്, മിഥ്യാ പ്രതിബിംബമുണ്ട്. ഒരു സ്ക്രീനിൽ പതിക്കുന്ന പ്രതിബിംബങ്ങളെയാണ് നമ്മൾ യഥാർത്ഥ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബങ്ങളെ മിഥ്യാ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നു കേട്ടോ. അത് ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. അതായത് ഞാനത് 1 വേർഡ് ക്വസ്റ്റ്യനകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതാ നിങ്ങളെ, there are 2 type of image ഉണ്ട്. നമുക്ക് 2 തരത്തിലുള്ള പ്രതിബിംബങ്ങളുണ്ട് അല്ലേ. ഏതാ? റിയൽ ഇമേജും വെർച്വൽ ഇമേജും എന്നാണ് അതിന് പറയുന്നത്. യഥാർത്ഥ പ്രതിബിംബവും വെർച്വൽ പ്രതിബിംബവും കേട്ടോ. വെർച്വൽ ഇമേജും റിയൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കോട്ട് ഓൺ സ്ക്രീന്, നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. എന്നാൽ വെർച്വൽ ഇമേജ് ദാറ്റ് കാനോട്ട് ബി കോട്ട് ഓൺ സ്ക്രീൻ കേട്ടോ. അത് ഞാൻ 1 വേർഡിന് എഴുതിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ച കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തിൽ ഒഴിവാക്കി. 1 മാർക്കിൻ്റെ ക്വസ്റ്റിനകത്തിലൊക്കെ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ സയൻസിൻ്റെ 1 മാർക്കിൻ്റെ എന്ന് പറഞ്ഞ് മോഡൽ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് തരുന്നുണ്ട്. അത് നിങ്ങൾ വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. അതിനകത്തിൽ എല്ലാ 1 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ നിങ്ങൾ, അതിനകത്തിലൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളുമാണ്. പിന്നെ നിങ്ങൾ ഇതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വളരെ അകലെ ഇതൊന്ന് എഴുതിയെടുക്കണേ. എഫിൽ ചെറുത് തലകീഴായി യഥാർത്ഥം, സിക്ക് അപ്പുറമാണെങ്കിൽ അത് എഫിൽ, അതും ചെറുത് തലകീഴായി യഥാർത്ഥം കേട്ടോ. അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ പറയും? വളരെ അകലെന്ന് വെച്ചാൽ വെരി ഫാർ എന്നാണ് അല്ലേ. അത് സ്മാളാണ്, ചെറുതാണ്. തലകീഴാന്ന് വെച്ചാൽ എന്താ? ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥം എന്ന് വെച്ചാൽ റിയൽ ആണ് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് അത് തന്നെ കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെ സിയിലാണെങ്കിലോ അറ്റ് സിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അറ്റ് സി കേട്ടോ. എഫിൽ എന്ന് വെച്ചാൽ അറ്റ് എഫ് കേട്ടോ. വസ്തുവിൻ്റെ അതേ വലിപ്പം തല കീഴായ യഥാർത്ഥം. ഇവിടെ എന്താണ്? സെയിം സൈസ് അല്ലേ, സെയിം സൈസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻവേർട്ടഡും ആണ്. പിന്നെന്താ? യഥാർത്ഥം റിയലുമാണ് കേട്ടോ.
നാലാമത്തതോ എഫിനും പിക്കും ഇടയിൽ അല്ലേ, ബിയോണ്ട് സി അല്ലെ, ബിറ്റ്വീൻ എന്താ സി ആൻഡ് എഫ്, ബിറ്റ്വീൻ സി ആൻഡ് സിക്കും എഫിനും ഇടയിൽ അല്ലേ. ഇവിടെ ബിയോണ്ട് സി, അങ്ങനെ പറഞ്ഞാൽ മതി, ബിയോണ്ട് സി ആണ് ഇവിടെ അല്ലേ. അതും എന്താണ്, ബിഗ്ഗറാണ്, വലുതാണ്, നിവർന്നത് ഇൻവേർട്ടഡ് ആണ്, അതുപോലെ റിയൽ ആണ് കേട്ടോ. ഇനി എഫിലാണെങ്കിലോ നോ ഇമേജ് ഫോംഡ്, അവിടെ ഒരു പ്രതിബിംബവും ഉണ്ടാകുന്നില്ല അല്ലേ, നോ ഇമേജ്. പിന്നെ എഫിനും പിക്കും ഇടയിൽ, ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഏതാ സിക്കും എഫിനും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത് അല്ലേ. ബിഹൈൻഡ് ദ മിറർ, മിററിൻ്റെ ബാക്കിലായിരിക്കും കേട്ടോ, ബിഹൈൻഡ് സമീപം, സിക്കും എഫിനും ഇടയിലായിട്ട് വരും, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ മിറർ എന്ന് എഴുതിയാലും മതി, ബിഹൈൻഡ് ദ മിറർ. വലുത് തലകീഴായി യഥാർത്ഥം, ഇറക്റ്റ് ആണ്, ബിഗ്ഗറാണ്, വെർച്വൽ ആണ് കേട്ടോ, വെർച്വൽ. ഓക്കെ, നിങ്ങൾ എഴുതി കാണുമല്ലോ അല്ലേ, എന്നാലും കിട്ടാത്തവർക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഈ പടം ഞാനത് സെപ്പറേറ്റ് വരച്ചില്ല കുഞ്ഞുങ്ങളെ, ഓൾറെഡി നിങ്ങളുടെ ടെസ്റ്റിലെല്ലാം പറയുന്നുണ്ട്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മി നോക്കിയേ, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് പതിക്കുന്ന രശ്മി നോക്കിയേ, കണ്ടോ. മുഖ്യ ഫോക്കസിന് അത് ഇത് നോക്കിയേ, ആ പടം നല്ലപോലെ വായിച്ചു നോക്കണേ. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മിയാണിത് നോക്കിയേ, സമാന്തരമായിട്ട് പതിക്കുന്നത്. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മി അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് കോൺകേവ് ആണ്, ഇത് കോൺവെക്സ് ആണ്. കോൺകേവിലാണെങ്കിൽ നോക്കിക്കേ എങ്ങനെയാ വരുന്നത്, കോൺവെക്സിലാണെങ്കിൽ എങ്ങനെയാ വരുന്നത്. നല്ലപോലെ പടം നോക്കി മനസ്സിലാക്കണം. നോക്കിക്കേ, ഇത് ഫുള്ള് കണ്ടോ, സെൻറ്റർ ഓഫ് ദ കർവേച്ചർ എഫ് പി എ കണ്ടോ, ഇത് അകത്തോട്ട് കണ്ടോ, ഇത് പുറത്തോട്ടാണ്. കോൺകേവിൻ്റെ ഇത് പുറത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, കോൺവെക്സിൻ്റെ കണ്ടോ അകത്തോട്ടാണ് ഇരിക്കുന്നത്. ഈ പടമൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കണം. ഇനി മുഖ്യ ഫോക്കസിലൂടെ രശ്മി കടന്നു പോവുകയാണെങ്കിൽ, മുഖ്യ ഫോക്കസ് എന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നല്ലോ, ഇതിൽ കൂടി ഒരു രശ്മി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഏതാ, കോൺകേവിലാണ് മുഖ്യ രശ്മി കടന്നു പോകുന്നു. എന്നാൽ കോൺവെക്സിലാണെങ്കിലോ കടന്നു പോകുന്നത് നോക്കിക്കേ, ഇവിടെ വരെ വന്നിട്ട് നോക്കിയേ, കണ്ടോ വ്യത്യാസം കണ്ടോ. ഈ പടം ഞാൻ ഈ നോക്കിയെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഈ പടങ്ങൾ ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ആദ്യമേ അത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വെളിയിലോട്ട് അകത്തോട്ടെന്നൊക്കെ എടുത്ത് പറയുന്നത്. കോൺകേവിൻ്റെ വര ഡോട്ട് കണ്ടോ നിങ്ങൾ, ഇത് വെളിയിലോട്ടാണ്. ഈ ക്ലൂ ഒക്കെ പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അതിൽ വക്രതാ കേന്ദ്രത്തിലൂടെ പോകുന്ന ഒരു രശ്മി നോക്കിയേ, വക്രതാ കേന്ദ്രം എന്ന് വെച്ചാൽ എന്താ, സെൻറ്റർ ഓഫ് ദ കർവേച്ചറിൽ കൂടിയാണ് ഇത് പോകുന്നതെങ്കിൽ ഇവിടെ കേട്ടോ. മുമ്പേ ഏതാണ്, ഫോക്കസിലൂടെയാണ് മുമ്പ് പോയത്. ഇവിടെ നോക്കിയേ, വക്രതാ കേന്ദ്രത്തിലൂടെ പോകുന്ന സെൻറ്റർ ഓഫ് ദ കർവേച്ചറിലൂടെ പോവുകയാണെങ്കിൽ കണ്ടോ, ആ വ്യത്യാസം കാണുന്നുണ്ടോ നിങ്ങൾ? ആ പടം രണ്ടുകൂടെ നോക്കണേ. ഇവിടെ പതനരശ്മി പ്രതിപതന തലത്തിന് ലംബമായാണ് പതിക്കുന്നത് കേട്ടോ. ഈ ഒരു വാക്കാണ് ഇവിടെ പതനരശ്മി കേട്ടോ. പതനരശ്മി പ്രതിപതന തലത്തിന് ലംബമായാണ് പതിക്കുന്നത്. ഇതെല്ലാം ഈ ടെസ്റ്റിലെല്ലാം ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതാഞ്ഞത് കേട്ടോ. ഇവിടെ പോളിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന ഒരു രശ്മി നോക്കൂ നിങ്ങളെ, പോൾസ്, നമ്മുടെ പോളുണ്ടല്ലോ ഇതിൻ്റെ ഇവിടോട്ട് കേട്ടോ, പോൾസിലോട്ട് ചരിഞ്ഞ് പതിക്കുന്ന ഒരു രശ്മി. ഇവിടെ നോക്കിക്കേ, പോൾ എവിടെ ആയിരിക്കുന്നത് നോക്കിയേ, പോൾസ് കോൺവെക്സ് ആകുമ്പോൾ ഇവിടെ മുഖ്യ അക്ഷം തന്നെ പ്രതിപതന തലത്തിൽ ലംബമായിരിക്കും കേട്ടോ, പ്രതിപതന തലത്തിന് ലംബമായിരിക്കും കേട്ടോ. മുഖ്യ അക്ഷമാണേ ഇതൊന്നും ഞാൻ ഈ പറയുന്നെങ്കിൽ നിങ്ങൾ ആ പടം നല്ലപോലെ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഓരോ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇവിടെ നോക്കിക്കേ, തല കീഴായിട്ടാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്, യഥാർത്ഥമാണ്. സിക്ക് അപ്പുറം എങ്ങനെയാണ്, സിയിൽ എങ്ങനെയാണ്, ഇതെല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിക്ക് അപ്പുറം എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിക്ക് അപ്പുറം പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എങ്ങനെയാണ് നോക്കാം. നോക്കിയോ നിങ്ങളെ, വസ്തു സിക്ക് അപ്പുറം ഉണ്ട്. സി മീൻസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സെൻറ്റർ ഓഫ് ദ കർവേച്ചർ ആണ് കേട്ടോ. പടം നല്ലപോലെ മനസ്സിലാക്കണം, വര എങ്ങോട്ടൊക്കെ പോയി എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പ്രതിബിംബത്തിൻ്റെ സ്ഥാനം കേട്ടോ, പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും സിക്കും ഇടയിലായിരിക്കും അല്ലേ. എഫിനും നോക്കിയേ, എഫിനും ഇവിടെ സിക്കും ഇടയിലായിട്ടായിരിക്കും കേട്ടോ. ഇവിടെ ആയിട്ട് വരും. അതെങ്ങനെ എഴുതും, എഫിനും സിക്കും ഇടയിലായിരിക്കും, ഇടയിൽ കേട്ടോ. എങ്ങനെ എഴുതും, ബിറ്റ്വീൻ ദ സി ആൻഡ് എഫ് കേട്ടോ, ബിറ്റ്വീൻ ദി സി ആൻഡ് എഫ്. എന്നാൽ സിയിലാണെങ്കിലോ, വസ്തു സിയിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിയിലാണെങ്കിലോ നോക്കിക്കേ, ഇവിടെ ആണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിയിലാണെങ്കിൽ എങ്ങനെ എഴുതുമെന്ന്, എങ്ങനെയായിരിക്കും, വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും
വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും. ഓക്കെ, അതേ വലിപ്പമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വെച്ചാൽ അതേ വലിപ്പമാണ്. പിന്നെ അത് തലകീഴായിട്ടായിരിക്കും, തലകീഴായി, അതും യഥാർത്ഥമായിരിക്കും അല്ലേ, യഥാർത്ഥമായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം നമുക്ക്? സെയിം സൈസ് ആയിരിക്കും അല്ലേ, ഇംഗ്ലീഷ് മീഡിയത്തിൽ സെയിം സൈസാണ്. തല കീഴാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ആണ്. യഥാർത്ഥം എന്ന് വെച്ചാൽ റിയലാണ്. സിക്കും എഫിനും ഇടയിലാണെങ്കിലോ, അടുത്ത സിക്കും എഫിനും ഇടയിലാണ് വസ്തുവെങ്കിലോ എങ്ങനെ എഴുതും? എഫിനും ഇടയിലാണെങ്കിൽ അങ്ങനെ ഇത് വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, വസ്തുവിനേക്കാൾ ചെറുതാണ് കേട്ടോ. വസ്തുവിനേക്കാൾ ചെറുതാണ്. പിന്നെ തല കീഴായിട്ടായിരിക്കും, എല്ലാം തല കീഴായിട്ടല്ലേ, യഥാർത്ഥവുമായിരിക്കും അല്ലേ. സെയിം സൈസായി വസ്തുവിനേക്കാൾ വലുതാണെന്നല്ലേ, അപ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ എന്തായിരിക്കും? മോർ ദാൻ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബിഗ്ഗർ ആയിരിക്കും. ബിഗ്ഗർ എന്ന് എഴുതാം, അതിനേക്കാൾ വലുതല്ലേ, ബിഗ്ഗറാണ്. ഇൻവേർട്ടഡ് ആണ്. പിന്നെ യഥാർത്ഥം റിയലാണ്. പടം നോക്കിയിട്ട് വേണം എഴുതാൻ, ചുമ്മാതെ കയറി എഴുതി വെക്കല്ലേ കേട്ടോ. പടം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ വസ്തു എഫിലാണെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. എഫിലാണെങ്കിലും ഈ പറയുന്ന അവിടെ ഇത് ഓപ്ഷൻ ചോദിച്ചിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വസ്തു എഫിൽ വരയ്ക്കുമ്പോൾ പ്രതിബിംബം ലഭിച്ചിട്ടുണ്ടോ, എന്തായിരിക്കും അതിന് കാരണം കേട്ടോ. ഇവിടെ പ്രതിപതനത്തിന് ശേഷം പ്രകാശരശ്മികൾ സമാന്തരമായിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ വന്ന് തട്ടിയതിന് ശേഷം അത് സമാന്തരമായിട്ട് ഇങ്ങോട്ടൊക്കെ നേരെ കണ്ടോ, സമാന്തരമായിട്ടാണ് പോകുന്നത്. പ്രതിബിംബം അനന്തതയിൽ ഉണ്ടാകുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ എഫിനും പിക്കും ഇടയിലാണെങ്കിൽ എന്താ, കോൺകേവ് ദർപ്പണങ്ങൾ യഥാർത്ഥ പ്രതിബിംബങ്ങളും മിഥ്യാപ്രതിബിംബങ്ങളും ഉണ്ടാകുന്നുണ്ട്. കോൺകേവ് അങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ടോ കേട്ടോ. അപ്പം നമുക്ക് ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതാവും, ഞാൻ നോട്ട് അങ്ങ് പറയാം. ഗോളീയ ദർപ്പണത്തിന്റെ പതനകോണും പ്രതിപതനകോണും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇൻ സ്ഫെറിക്കൽ മിററിൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ. കോൺകേവ് ദർപ്പണത്തിന്റെ അത് നമ്മൾ പറഞ്ഞു മുഖ്യ ഫോക്കസ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും യഥാർത്ഥമാണെന്ന് വെച്ചാൽ റിയൽ ആണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും ഇമാജിനറി ആണ്, മിഥ്യയാണ്. അത് ഒരു മാർക്കിന് തിരിച്ചും മറിച്ചു കൂട്ടി ചോദിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ ഇത് രണ്ടെണ്ണം. കോൺകേവ് ദർപ്പണത്തിൻ്റെയും കോൺവെക്സ് ദർപ്പണത്തിൻ്റെയും മുഖ്യ ഫോക്കസ് ഏതാ? കോൺകേവിൻ്റെ ആണെങ്കിൽ അത് റിയൽ ആണ്, കോൺവെക്സിൻ്റെ ആണെങ്കിൽ അത് ഇമാജിനറി ആണ് കേട്ടോ. അടുത്ത കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ ഈസ് റിയൽ. വൈ? The concave mirror, the rays that fall parallel to the principal axis, concave to the principal focus and it can be caught on the screen. Hence its principal focus is real. കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികളെ പ്രതിപതിച്ച് ഒരു സ്ക്രീൻ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയും. അതിനാലാണ് എന്താ കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമായിട്ട്. ഈ സെയിം ഇത് തന്നെ കോൺവെക്സ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് നമ്മൾ മിഥ്യയാണെന്ന് പറഞ്ഞു, വെർച്വലാന്ന് പറയുന്നു. അതിനുള്ള കാരണം എന്താണ് കേട്ടോ? ദിസ് ഈസ് ബിക്കോസ് ദ ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ എ കോൺകേവ് മിറർ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് കാനോട്ട് ബി റിഫ്ലക്റ്റഡ് ആൻഡ് ഫോക്കസസ് ഓൺ ദ സ്ക്രീൻ. കാരണം കോൺവെക്സ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികളെ പ്രതിപതിച്ച് ഒരു സ്ക്രീൻ കേന്ദ്രീകരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ മറ്റേത് പഠിക്കാമെങ്കിൽ ഇത് പഠിക്കാം, അവിടെ കഴിയുന്നുണ്ട്, ഇവിടെ കഴിയുന്നില്ല. അത് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായോ? കോൺകേവ് ദർപ്പണത്തിൽ മറ്റേത് കോൺകേവ് ദർപ്പണത്തിലാണ്, ഇതെന്താ കോൺവെക്സ് ദർപ്പണത്തിലാണ് കേട്ടോ. പ്രകാശരശ്മികളെ പ്രതിപതിച്ച് ഒരു സ്ക്രീൻ കേന്ദ്രീകരിക്കാൻ ഇവിടെ പറ്റത്തില്ല. ഏതിലാ? കോൺവെക്സിൽ പറ്റില്ല. കോൺവെക്സിലാണേ പറ്റത്തില്ല, മറ്റേതിൽ പറ്റും കേട്ടോ. അത്ര അറിഞ്ഞാൽ മതി. നോക്കൂ നിങ്ങളെ അടുത്ത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ പ്ലെയിൻ മിറർ? എങ്ങനെയായിരിക്കും? സമതല ദർപ്പണം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? അത് നിവർന്നതാണ്, മിഥ്യാപ്രതിബിംബമാണ്, വസ്തുവിന്റെ അതേ വലിപ്പമാണ്, ഇറക്റ്റ് ആണ്, വെർച്വൽ ഇമേജ് ആണ്, സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. മുമ്പ് നമ്മൾ നോക്കിയതായിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ കോൺവെക്സ് മിറർ? കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്?
എന്തെല്ലാമാണ്? അത് വസ്തുവിനേക്കാൾ ചെറുതാണ്, നിവർന്നതാണ്, മിഥ്യാപ്രതിബിംബമാണ് അല്ലെ. സ്മാള് ദാൻ. മുമ്പ് ഞാൻ വായിച്ചത് സ്കിപ്പ് ചെയ്ത് പോയി, ഇതിനകത്ത് എഴുതിയതുണ്ടാവും നിങ്ങൾ കേട്ടോ. സ്മാളർ എന്ന് എഴുതാം. സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്. ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ് കേട്ടോ. വെർച്വൽ മീൻസ് എന്താ? വെർച്വൽ നിവർന്നത് കേട്ടോ. ഇറക്റ്റ് കേട്ടോ. ഇതൊക്കെ സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇറക്റ്റ്, വെർച്വല്. കോൺവെക്സ് ദർപ്പണം ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണ്? സ്മാളർ ദാൻ ദ ഒബ്ജക്റ്റ്, ആ വസ്തുവിനേക്കാൾ ചെറുതാണ്. ഇറക്റ്റ് അല്ലേ, നിവർന്നത്. അതുപോലെ വെർച്വൽ, മിഥ്യാപ്രതിബിംബം കേട്ടോ. ഇറക്റ്റ്, നിവർന്നത്. വെർച്വൽ ഇമേജ്, മിഥ്യാപ്രതിബിംബം കേട്ടോ. ആ വാക്കൊക്കെ ഓർത്ത് വെച്ചേക്കണേ. ദ ഇമേജ് ഫോംഡ് ഇൻ എ കോൺവെക്സ് മിറർ വിൽ ആൾവേസ് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. കോൺവെക്സ് ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എപ്പോഴും എന്തിനും ഇടയിലായിരിക്കും എന്ന് ചോദിക്കും. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാ. എന്തിനാണ്? അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിനും പോൾസിനും ഇടയിലായിരിക്കും. മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കും. വാട്ട് ഇസ് മാഗ്നിഫിക്കേഷൻ? ചുരുക്കി എഴുതിയേക്കുവാണേ. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ ആവർധനം. ധനമാണ് കേട്ടോ. ആവർത്തനമല്ല, ആവർധനം. ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കാൾഡ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ H1 + HO. HIHO H1. HI എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? H1 എന്ന് പഠിച്ചാൽ കേട്ടോ. പ്രതിബിംബത്തിൻ്റെ ഉയരം കേട്ടോ. ഹൈറ്റിനെയും കേട്ടോ HO അല്ലെ H0 അല്ലേ. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? H0 വസ്തുവിൻ്റെ ഉയരത്തെയുമാണ് സൂചിക്കുന്നത് കേട്ടോ. വസ്തുവിൻ്റെ ഉയരം. പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള ആനുപാതിക സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവർത്തനം എന്ന് പറയുന്നത്. പ്രതിബിംബത്തിൻ്റെ ഉയരം ഉണ്ട് കുഞ്ഞുങ്ങളെ. കേട്ടോ. H1 എന്ന് വെച്ചാൽ അതിൻ്റെ ഉയരത്തെ സൂചിപ്പിക്കുന്നു. H0 എന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഉയരത്തെയും സൂചിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം. ഇനി 0 ആയാലും 1 ആയാലും ഇതുപോലെ അങ്ങനെ അങ്ങ് പഠിക്കുക. ഇതിൻ്റെ കണക്കുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് കോൺകേവ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം. കോൺകേവ് മിറർ ആർ യൂസ്ഡ് ഇൻ സോളാർ തെർമൽ പവർ പ്ലാന്റ്സ് ടു കോൺസെൻട്രേറ്റഡ് ഹീറ്റ് എനർജി. കോൺകേവ് ദർപ്പണങ്ങൾ സോളാർ തെർമൽ പവർ പ്ലാന്റുകളിൽ താപോർജ്ജം കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ. കോൺകേവ് മിറർ ആർ യൂസ്ഡ് ഇൻ ഷേവിംഗ് മിറർ, മേക്കപ്പ് അല്ലെ, മേക്കപ്പ് മിററുകൾ. മിറേഴ്സ് യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ് ടു ഗെറ്റ് ഇറക്റ്റ് എ ലാർജ് വെർച്വൽ ഇമേജ്. നമ്മുടെ കോൺകേവ് ദർപ്പണങ്ങൾ ഷേവിംഗ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും ദന്ത ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന മിറർ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? അതെന്ത് വസ്തുവിനെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ കോൺകേവ് മിറർ. കോൺകേവ് മിറർ യൂസ്ഡ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ടോർച്ചസ് ആൻഡ് ഹെഡ്ലൈറ്റ് ഓഫ് വെഹിക്കിൾ. കോൺകേവ് ദർപ്പണങ്ങൾ ടോർച്ച് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് എന്നിവയിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ 3 വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ കേട്ടോ. എന്താ? കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ കോൺവെക്സിൻ്റെ വേണമല്ലോ. കോൺകേവ് ഉണ്ടെങ്കിൽ കോൺവെക്സും വേണം അല്ലേ. എന്താ? യൂസ്ഡ് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾ. വാഹനങ്ങളുടെ പിൻ കാഴ്ചകൾ കാണാൻ വേണ്ടി അല്ലേ. എല്ലാ വണ്ടിയുടെയും ഫ്രണ്ട് വലത്തുവശത്ത് ഇടത്തുവശത്തും വെച്ചേക്കുന്നില്ലേ. അതെന്താണ്? നിങ്ങൾ ഓർത്തോണേ കേട്ടോ. റിയർ വ്യൂ മിറർ എന്തിനാ? കോൺവെക്സ് ആണത് കേട്ടോ. കോൺവെക്സ്. ലാർജ് കോൺവെക്സ് മിറർ ആർ പ്ലേസ്ഡ് ഓൺ ദ സൈഡ് ഓഫ് റോഡ് വിത്ത് എ ഷാർപ്പ് ടേൺ ടു സീ വെഹിക്കിൾ കമ്മിങ് ഫ്രം ബിയോണ്ട് ദ കർവ് അല്ലേ. എന്ന് വെച്ചാൽ കൊടും വളവുകൾക്ക് അപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ മിക്ക റോഡുകളുടെയും വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമല്ലോ. അതറിയാൻ വയ്യാത്തവരാരുമില്ല അല്ലേ. എന്താ അത്? കോൺവെക്സ് ആണ് കേട്ടോ. കോൺവെക്സ് മിറർ ആർ യൂസ്ഡ് റിഫ്ലക്റ്റഡ് ഇൻ സ്ട്രീറ്റ് ലൈറ്റ് ലാമ്പ്. തെരുവ് വിളക്കുകൾ റിഫ്ലക്ടറുകളായിട്ട് കോൺവെക്സ് ദർപ്പണങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ 3 കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ 2 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലോ നിങ്ങൾ കേട്ടോ. ഓക്കെ ആണല്ലോ. അതാണ്ട് ഇതൊക്കെ എന്ന് വെച്ചാൽ ലെറ്റസസിനകത്തിലെ ചോദ്യങ്ങളാണ്. അതിൻ്റെ ഒന്നാമത്തതുണ്ട് റേഡിയസ് ഓഫ് ദ കർവേച്ചർ 6 ആണ്. 6 കാണുന്നത് 2F. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു 30. അപ്പോൾ 2 × 30 60. റേഡിയസ് ഓഫ് ദ കർവേച്ചറിൻ്റെ മലയാളമാണ് വക്രത ആരം. കണ്ടോ? അത് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ നമുക്കൊരു പടം തന്നിട്ടുണ്ട്. പടത്തിനകത്തിലെ ചോദ്യം എന്താ? ഡിഫ്ലക്റ്റഡ് റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? AB ആണ്. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് തട്ടിയിട്ട് പോകുന്ന ഡിഫ്ലക്റ്റഡ് റേ AB ആണ്. അതായത് പ്രതിപതന രശ്മി AB ആണ്. ബിക്കോസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ OAC ആണ്. OAC ആണ് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാലോ ഏതാ? CAB-യുമാണ്. CAB-യുമാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻസ് കേട്ടോ. കാരണം പതന കോണ് ആംഗിൾ OAC-യും പ്രതിപതന കോണ് ആംഗിൾ CAB-യും തുല്യമായിരിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ.
ആ പടം ഒന്നുകൂടെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് തട്ടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെയും പോയിട്ടുണ്ട് കേട്ടോ. പേര് അതുകൊണ്ടൊന്ന് നോക്കണേ കേട്ടോ. AB എന്ന് പറയുന്നതാണ് ഇവിടുത്തെ AB. ഇവിടെ വന്ന് തട്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് AB ഫോക്കസ് ഇങ്ങോട്ട്. ബിക്കോസ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് OAC OAC ഇതാ എന്ന് വെച്ചാൽ കർവേച്ചറിലൂടെ പോയേക്കുന്നത്, സെൻറ്റർ ഓഫ് ദ കർവേച്ചറിലൂടെ പോയേക്കുന്നു കേട്ടോ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. എന്നാൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ AB കേട്ടോ. ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടോ CAB. കാരണം പതന കോണ് ആംഗിൾ OACയും പ്രതിപതന കോണ് ആംഗിൾ CABയുമാണ് കേട്ടോ. ഇവിടെ രണ്ടും തുല്യമാണെന്ന് മനസ്സിലായോ? നമ്മളില്ല പഠിച്ചിട്ടില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തുല്യമാണെന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ നമ്മൾ പഠിച്ചതാണ്. മാഗ്നിഫിക്കേഷൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ്റെ H1/H0 എന്നുള്ളത് പഠിച്ചതാണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും അല്ലേ? ഇവിടെ നമുക്ക് 6 തന്നിട്ടുണ്ടായിരുന്നു. 6/3 = 2 എന്ന് പറയുന്നത് എന്താണ്? H1/6 സെൻറ്റിമീറ്റർ. ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അതെല്ലാം മലയാളത്തിൽ ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു ഇത്. എന്തെങ്കിലും ഈ കണക്കിനകത്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നില്ല. ഞാൻ ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറിടുമ്പോൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഇത് ഒന്നാമത്തേൻ്റെ 12 സെൻറ്റിമീറ്ററാണ്, Aയുടെ Bയുടെ 15 സെൻറ്റിമീറ്ററുമാണ്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് സ്പീഡിൽ പോകുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പറച്ചിൽ നിങ്ങൾ നോക്കേണ്ട, ആൻസർ ഇതിനകത്തിലുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ. നമുക്ക് 1 വേഡിൻ്റെ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. അറിയാൻ വയ്യാത്ത കുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, അവരും എഴുതിയെടുത്തോട്ടെ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.